ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം. ഹരിശ്രീ ഗണപതിയേ നമ. അവിഘ്നമസ്തു. പരീക്ഷിത്തിന്റെ ജനനം. ശൗനക മഹർഷി വീണ്ടും സൂതനോട് ചോദിച്ചു, വേദവ്യാസൻ ഭാഗവതം രചിക്കാനിടയായതെങ്ങനെയെന്നു ബോധ്യമായി. ജനിച്ചപ്പോൾ തന്നെ മായാബന്ധങ്ങളിൽ നിന്നു മുക്തനായിരുന്ന ശ്രീശുകൻ എന്തിനുവേണ്ടി ഭാഗവതം പഠിക്കാനൊരുങ്ങി? ഈ ചോദ്യത്തിനു സൂതൻ ഇങ്ങനെ മറുപടി നൽകി. മംഗളപ്രദനായ ശ്രീനാരായണന്റെ ഗുണങ്ങളെ ഭക്തിയോടെ അറിഞ്ഞിട്ടാണ് എല്ലാവരും നിർഗുണ ബ്രഹ്മത്തിൽ ലയിക്കേണ്ടത് എന്നറിഞ്ഞിട്ട് ശുകൻ ഭാഗവതം പഠിച്ചു. പിന്നീട് അതു പരീക്ഷിത്തു മഹാരാജാവിന് ഉപദേശിക്കാനുള്ള അവസരം ഉണ്ടായി. ഭാരതയുദ്ധത്തിൽ നിരവധി വീരന്മാർ വധിക്കപ്പെട്ടു. തുടതകർന്ന നിലയിൽ ദുര്യോധനൻ മരണാസന്നനായി കിടന്നു. രാജാവിന്റെ മനഃപ്രസാദത്തിനു വേണ്ടി ദ്രോണപുത്രനായ അശ്വത്ഥാമാവ് ദ്രൗപദിയുടെ പുത്രന്മാരെ ഉറക്കത്തിൽ വെട്ടിക്കൊന്നു. പുത്രദുഃഖത്തിലാണ്ടുപോയ പാഞ്ചാലിയെ ആശ്വസിപ്പിക്കാനായി അർജുനൻ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് അശ്വത്ഥാമാവിനെ ബന്ധിച്ചു. ഭീമൻ ഉടനെ തന്നെ അശ്വത്ഥാമാവിനെ വധിക്കാൻ ഒരുങ്ങി. ഗുരുഭക്തിയും ബ്രാഹ്മണനോടുള്ള ആദരവും കണക്കാക്കി ദ്രൗപദിയും ധർമ്മപുത്രരും അയാളെ വിട്ടയക്കാൻ ആവശ്യപ്പെട്ടു. അർജുനൻ ശ്രീകൃഷ്ണന്റെ അഭിപ്രായമറിഞ്ഞിട്ട് അശ്വത്ഥാമാവിന്റെ ശിഖ മുണ്ഡനം ചെയ്യിച്ച് ചൂഡാരത്നം കൈക്കലാക്കിയിട്ട് നഗരത്തിൽ നിന്നു പുറത്താക്കി. പോരിൽ പരലോകം പൂകിയവർക്കെല്ലാം വേണ്ടി പാണ്ഡവന്മാരെ കൊണ്ടു ശേഷക്രിയകൾ ചെയ്യിച്ചിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങി. പാണ്ഡവ പക്ഷത്തിനി മറ്റാരും ശേഷിച്ചിട്ടില്ല. ഉത്തര ഗർഭിണിയാണ്. വംശാങ്കുരമായി പിറക്കാനിരിക്കുന്ന ആ കുഞ്ഞിനെ കൂടി നശിപ്പിക്കാനൊരുങ്ങിയ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. ദുഃഖിതയായി ഭഗവാനെ ശരണം പ്രാപിച്ച ഉത്തരയ്ക്ക് ഭഗവാൻ അഭയം നൽകി. അവളുടെ ഗർഭത്തെ ഭഗവാൻ സ്വന്തം മായ കൊണ്ട് മൂടി രക്ഷിച്ചു. തുടർന്ന് ദ്വാരകയ്ക്ക് പോകാനൊരുങ്ങിയ ഭഗവാനെ തടഞ്ഞുകൊണ്ട് കുന്തിദേവി പറഞ്ഞു, ഭഗവൻ, ഞങ്ങൾക്കു വേണ്ടി എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് അങ്ങ് സഹിച്ചത്. ദുഃഖം വരുമ്പോഴൊക്കെ അങ്ങയെ സ്മരിക്കാനും ദർശിക്കാനും ഞങ്ങൾക്ക് കഴിയുന്നു. ഞങ്ങളുടെ ദുഃഖങ്ങൾ ഒടുങ്ങിയിട്ടില്ല. അതുകൊണ്ട് അങ്ങ് കുറെ കാലം കൂടി ഞങ്ങളോടൊപ്പം ഇവിടെ പാർക്കണം. കുന്തിയോടൊപ്പം പാണ്ഡവരും ഇക്കാര്യത്തിൽ നിർബന്ധം ചെലുത്തിയപ്പോൾ ഭക്തവത്സലനായ ഭഗവാന് അത് അനുസരിക്കേണ്ടി വന്നു. ധർമ്മപുത്രർ കഴിഞ്ഞ കാര്യങ്ങൾ ചിന്തിച്ച് ഏറെ ദുഃഖിതനായി. തൻ്റെ രാജലോഭം നിമിത്തം എത്രയെത്ര വീരന്മാരാണ് പടക്കളത്തിൽ പിടഞ്ഞു വീണു മരിച്ചത്. ഭഗവാന് ഈ യുദ്ധം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ എന്ന ചിന്ത യുധിഷ്ഠിരനെ വ്യാകുലപ്പെടുത്തി. അക്കാര്യം മനസ്സിലാക്കിയ ഭഗവാൻ യുധിഷ്ഠിരനെയും മറ്റു പാണ്ഡവരെയും കൂട്ടിക്കൊണ്ട് ഭീഷ്മരുടെ സവിധത്തിലെത്തി. ഭീഷ്മർ മനഃശാന്തി കൈവരുത്താനുതകുമാറ് ധർമ്മോപദേശം നൽകി യുധിഷ്ഠിരനെ സമാശ്വസിപ്പിച്ചു. പിന്നീട് ഭീഷ്മർ ദേഹത്യാഗം ചെയ്തു. ഭഗവാൻ പാണ്ഡവന്മാരെ കൊണ്ട് പിതാമഹനു വേണ്ടി ശേഷക്രിയകൾ ചെയ്യിച്ചു. പാണ്ഡവന്മാർ ഹസ്തിനപുരത്തിലെത്തി ധർമാനുസാരേണ രാജ്യപാലനം ആരംഭിച്ചു. ഹിമാലയത്തിൽ നിന്നും നിധി എടുത്തുകൊണ്ടുവന്ന് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം പാണ്ഡവന്മാർ അശ്വമേധം നടത്തി. 4-5 മാസം പാണ്ഡവന്മാരോടൊത്തു വസിച്ചിട്ട് ഭഗവാൻ ദ്വാരകയിലേക്ക് എഴുന്നള്ളി. ചക്രപാണിയായ ഭഗവാൻ മായാശക്തി കൊണ്ട് രക്ഷിച്ച പുത്രനെ ഉത്തര പ്രസവിച്ചു. മായാശക്തിയെയും ബ്രഹ്മാസ്ത്ര ശക്തിയെയും പരീക്ഷിച്ചതിൽ ഉണ്ടായ പുത്രന് പരീക്ഷിത്ത് എന്നു നാമകരണം ചെയ്തു. ബാദരായണൻ നിജബോധമാലിന്യം തീർപ്പാൻ
മോദമാർന്നതു ചമച്ചാനതിങ്ങനെയല്ലോ. ജാതനായപ്പോഴേ താൻ മുക്തനായിരിപ്പൊരു വ്യാസനന്ദനൻ നിരാശാകരനാത്മാരാമൻ. ശ്രീശുകൻ ഭാഗവതം പഠിപ്പാനങ്ങെന്തതിൽ ആശയായതു ചൊൽകെന്നിങ്ങനെ ചോദിച്ചപ്പോൾ, ചൊല്ലിനാനഥ സൂതനെല്ലാർക്കും ആത്മാവല്ലോ കല്യാണപ്രദനായ ഭഗവാൻ നാരായണൻ. തദ്ഗുണങ്ങളെ അനുസരിച്ചു ഭക്ത്യാ വേണം നിർഗുണത്തിങ്കൽ ചേർന്നു ലയിപ്പാനറിഞ്ഞാലും. അങ്ങനെ ഗുണപ്രസിദ്ധാത്മകൻ ചരിത്രങ്ങൾ ഇങ്ങൊരു ഫലശ്രദ്ധ കൂടാതെ മുനികളും സംഘനാശനകരമെന്നോർത്തു ശീലിക്കുന്നു. സംഗമോ ഭഗവൻ മായ ഗുണങ്ങളിലല്ലോ. ഇങ്ങനെ നിരൂപിച്ചു ശ്രീശുകൻ ഭാഗവതം. തിങ്ങിന ഭക്ത്യാ പഠിച്ചിടുവാനവകാശം. ഭഗവത് ഗുണങ്ങളിലവിലോപിത ചിത്തനകമേ ശുകൻ പഠിച്ചിടിനാനതു പിന്നെ. നൃപതി വിഷ്ണുരാധൻ തന്നെ കേൾപ്പിപ്പാനുള്ളോരവകാശവും പുനരധുനാ ചൊല്ലാമല്ലോ. ഭാരതയുദ്ധത്തിങ്കൽ വീരരാം നരവരന്മാരെല്ലാം മരിച്ചൊടുങ്ങിടിന ശേഷത്തിങ്കൽ മാരുതിയുടെ ഗദയേറ്റുടൻ തുടഞ്ഞെറിഞ്ഞാരഴൽപ്പെട്ടു യുദ്ധഭൂമിയിൽ കിടക്കുന്ന ദുര്യോധനനെ കണ്ടതി സങ്കടത്തോടെ ഗുരുനന്ദനൻ ചെന്നു ചതിയാലുറക്കത്തിൽ ദ്രുപദപുത്രീ സുതന്മാർ തലകളെ അറുത്തവനീശ്വരൻ മുമ്പിൽ വച്ചതങ്ങവനേതും പെരികെ പ്രിയമായിലതിനാലതിശുച കരയും ദ്രുപദജാ സവിധി ചെന്നു നിന്നു. പുരുഹൂതജൻ ചൊന്നാനിതു ചെയ്തവനൊരു ധരണീസുരവരനെങ്കിലും അവൻ തല മുമ്പിൽ വച്ചിനി നിന്റെ ദുഃഖം ഞാൻ തീർപ്പാനെന്നു വൻപോടു സമയം ചെയ്താശ്വസിപ്പിച്ച ശേഷം കൃഷ്ണസാരഥിയായി തേരിലങ്ങേറി ചെല്ലും ജിഷ്ണുനന്ദനനെ കണ്ട അശ്വത്ഥാമാവന്നേരം ഭീതനായോടിനാനാ ദിക്കുകൾ തോറും നടന്നേതുമാശ്രയം കാണാഞ്ഞർജുനൻ തന്നെ നോക്കി ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചാനതിനെ കൃഷ്ണാജ്ഞയാ. ബ്രഹ്മാസ്ത്രം കൊണ്ടു തന്നെ തടഞ്ഞവനെയും പിടിച്ചു കെട്ടി ദ്രുപദാത്മജ തന്റെ മുമ്പിൽ അടുക്കെ വച്ചു സത്യം ഭരിച്ചാൻ ധനഞ്ജയൻ. തദനു പാഞ്ചാല ഭൂപാല നന്ദന ഗുരുസൂതനെ കണ്ടു ദയാവതി താനതു നേരം മനസ്സി ഭക്തി വളർന്നഭിവന്ദനം ചെയ്തു തനിയെ ബന്ധമഴിച്ചയക്ക എന്നാളവൾ. ബ്രാഹ്മണോത്തമനാചാര്യാത്മജനിവനല്ലോ ബ്രാഹ്മണദ്വേഷം യോഗ്യമല്ലെന്നു നൃപപുത്രി ചൊന്നതാദരിച്ചു ധർമാത്മജ മുകുന്ദന്മാർ. നിന്നളവേറ്റം ബഹുമാനിച്ചു മറ്റുള്ളോരും. നിന്നതു കണ്ടു വായുനന്ദനൻ അവൻ തന്നെ കൊന്നെടുക്കണം ചൂടാരത്നമെന്നൊരുമ്പെട്ടു. വന്നവൻ തന്നോടതു യോഗ്യമല്ല വധ്യനാകുന്നതിദ്ധരാസുരനെന്നതിനിപ്പോൾ കൊന്നതിൻ ഫലം വരുത്തിയിടുവാനിവിടെ ഞാൻ എന്നരുൾ ചെയ്തു നന്ദനന്ദനൻ നാരായണൻ. പിന്നെയങ്ങവൻ തല ശിഖയാ കൂടെ ചിരച്ചന്യുന സഹജമായുള്ളൊരു ചൂടാരത്നം ചൂഴ്ന്നെടുത്തവിടെ ബന്ധിച്ച ബന്ധവും തീർത്തു. പൂർണ്ണവേദനയോടെ കേണുവീണവൻ തന്നെ കണ്ടഹോ പടവീട്ടിൽ നിന്നുടൻ പുറത്താട്ടി കൊണ്ടുപോയാക്കി പുരി പുക്കിരുന്നരുളുമ്പോൾ. കൊണ്ടൽ നേർവർണ്ണൻ ദ്രുപദാത്മജൻ തന്നെ കൂടെ കൊണ്ടുപോയി കുരുക്ഷേത്രം പ്രാപിച്ചു രണാങ്കണേ. പണ്ടു താൻ പ്രതിജ്ഞ ചെയ്തുള്ള തങ്ങവൾക്കുള്ളിൽ ഇണ്ടലെന്നിയെ കാട്ടിക്കൊടുത്തു പാർത്ഥന്മാരെ കൊണ്ടു യുദ്ധത്തിൽ മരിച്ചുള്ളവർക്കെല്ലാം ഗതിയുണ്ടാവാൻ ശേഷക്രിയ ചെയ്യിച്ചു വഴി പോലെ.
ധർമ്മജൻ തനിക്കു രാജ്യത്തെയും സമർപ്പിച്ചു നിർമ്മലൻ ദ്വാരാവതിക്കങ്ങെഴുന്നള്ളിടുവാൻ തുടങ്ങുന്നേരം നിജഗർഭവിച്ഛേദം ചെയ്വാൻ തുടർന്നു വരും വിരിഞ്ചാസ്ത്രവേഗത്താലുള്ളം നടുങ്ങി ശരണമായുത്തര കരയുമ്പോൾ മടങ്ങി കുരുകുലം രക്ഷിപ്പാൻ അഖിലേശൻ ഗർഭത്തെ സ്വമറയയാ മൂടി രക്ഷിച്ചു വച്ചു. ചിത്പുമാനൊരുമ്പെട്ട യാത്ര കണ്ടതു നേരം കുന്തിയും പുത്രന്മാരും ശ്രീപാദാംബുജത്തിങ്കൽ അന്തികെ നമസ്കരിച്ചന്തർമോദേന ചൊന്നാർ. സന്തതം സദാം ചിത്താന്തസ്ഥിതനായുള്ളൊരു നിന്തിരുവടി എൻ്റെ സന്തതിജാതങ്ങളെ സന്തോഷിപ്പിച്ചു രക്ഷിച്ചിടുവാനിവിടെ നിന്നെന്തെല്ലാം ദുഃഖമനുഭവിച്ചു ജഗത്പതേ. ചിന്തിച്ചാലതു സുഖമങ്ങെന്നു വരികിലും നിന്തിരുവടിക്കായി കൊണ്ടെപ്പോഴും നമാമ്യഹം. ബന്ധുവത്സലനായ നിന്നെ വേർപെട്ടാലിവരന്ധന്മാരെന്നു ദയാസിന്ധോ ഞാൻ ചൊല്ലേണമോ? സർവാത്മാ സർവജ്ഞനാം നിന്തിരുവടി എന്നാൽ സർവാപരാധങ്ങളും ക്ഷമിച്ചു ചെറുതിന്നും വാഴേണമിവിടെ പാഴായി വരുമല്ലെന്നാകിൽ. താഴാമേലിളപ്പവുമുണ്ടാമെന്നവൾ ചൊല്ലും നിർബന്ധ മധുരവാക്യസ്തുതികളെ കേട്ടു സദ്ബന്ധു തെളിഞ്ഞു തത്രൈവ വാണിടും കാലം. ധർമ്മജൻ രാജ്യലോഭം കൊണ്ടു താൻ ചെയ്തതെല്ലാം ദുർമതമെന്നു ചിന്തിച്ചന്ധനായി ചമകയാൽ ധർമാധർമ്മങ്ങൾ ഗംഗാനന്ദനൻ തന്നെ കൊണ്ടു നിർമ്മലനുപദേശിച്ചതു മടക്കിനാൻ. പിന്നെയാ ഗംഗാദത്തൻ കൃഷ്ണനെ കണ്ടു തെളിഞ്ഞന്യോന്യ ഭക്ത്യാ നിജ ചിത്തത്തിലുറപ്പിച്ചു വർണ്ണിച്ചു ദേഹത്യാഗം ചെയ്തവൻ ഗതി കണ്ടു പുണ്യവാൻ തൻ്റെ ശേഷക്രിയകളതും ചെയ്തു ഹസ്തിനപുരി പുക്കു രാജ്യവും പരിപാലിച്ചത്തലുമൊഴിച്ചു വാണിടിനാൻ ധർമാത്മജൻ. കൃഷ്ണനും പൗരാണികാചാര്യനാം ധൗമ്യൻ താനും ജിഷ്ണു ഭീമാദികളുമൊത്തുപോയി പനീന്മല പുക്കുടൻ നിധിയെടുത്തശ്വമേധവും കഴിച്ചുൾക്കാമ്പിൽ ധർമാത്മജനെത്രയും സുഖം ചേർത്തു വർത്തിച്ചു കൂടെ പിരിയാതെ 4-5 മാസം. ഉത്തമ ശ്ലോകൻ തത്ര വസിച്ചോരനന്തരം കുന്തിയെ കണ്ടു വന്ദിച്ചന്തസ്താപവും തീർത്തു കുന്തിനന്ദനന്മാരോടനുവാദവും കൊണ്ടു ശ്രീമദ്വാരകാപുരിക്കങ്ങെഴുന്നള്ളിടിനാൻ. കാമദൻ തന്നെ കണ്ടു സുഖിച്ചാരെല്ലാവരും. അക്കാലം ചക്രായുധൻ മായയാ ഗർഭത്തിങ്കൽ രക്ഷിച്ചങ്ങിരുന്നൊരു പുത്രനെ പ്രസവിച്ചാൾ. മാത്സ്യനന്ദന പരീക്ഷിച്ചെടുത്തുളനായ പുത്രനു പരീക്ഷിത്തെന്നിട്ടിതു നാമത്തെയും. ജയ് ജയ് ശ്രീ രാധേശ്യാം.